ഹലോ ഡിയർ സ്റ്റുഡൻസ്. അപ്പോൾ ഓൾറെഡി LBS ഇൻഡെക്സ് മാർക്ക് ലിസ്റ്റ് വന്നു. നെക്സ്റ്റ് സെപ്റ്റംബർ 1 പ്രൊവിഷണൽ റാങ്ക് ലിസ്റ്റ് വരുന്നത് എല്ലാവർക്കും അറിയായിരിക്കും. അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും ഇൻഡെക്സ് മാർക്കൊക്കെ നിങ്ങൾ വിചാരിച്ച രീതിയിൽ കാറ്റഗറി ഒക്കെ കറക്റ്റായിട്ട് നിങ്ങൾ കറക്ഷൻ ചെയ്ത രീതിയിൽ കറക്റ്റായിട്ട് വന്നു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്തത് പ്രൊവിഷണൽ റാങ്ക് ലിസ്റ്റ് വരും. പ്രൊവിഷണൽ റാങ്ക് ലിസ്റ്റ് വന്ന് ആ സെയിം വീക്ക് തന്നെ മെയിൻ റാങ്ക് ലിസ്റ്റ് വരും. മെയിൻ റാങ്ക് ലിസ്റ്റ് വരുമ്പോഴേ അത് വന്നതിന് ശേഷമാണ് നെക്സ്റ്റ് ഇമ്പോർട്ടൻ്റ് സ്റ്റെപ്പായിട്ടുള്ള നമ്മുടെ കോളേജ് അല്ലെങ്കിൽ കോഴ്സ് പ്രയോറിറ്റൈസ് ചെയ്യുന്നത്. ഞാൻ ഓൾറെഡി വീഡിയോ ഒക്കെ ഇതിനെക്കുറിച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഓൾറെഡി LBSൻ്റെ ലാസ്റ്റ് ഇയറിൽ നടന്ന ലാസ്റ്റ് അലോട്ട്മെന്റ് അനുസരിച്ച് ഓരോ കോളേജസിലും എത്ര മാർക്കിനാണ് ലാസ്റ്റ് അലോട്ട്മെന്റ് നടന്നത് എന്നുള്ളത്, അതായത് LBS ത്രൂ ഗവൺമെന്റ് നഴ്സിംഗ് കോളേജ്, പ്രൈവറ്റ് നഴ്സിംഗ് കോളേജ്, പിന്നെ ഗവൺമെന്റ് കൺട്രോൾഡ് ആയിട്ടുള്ള നഴ്സിംഗ് കോളേജസിലൊക്കെ എത്ര മാർക്കിനാണ് ലാസ്റ്റ് അലോട്ട്മെന്റ് നടന്നത് എന്നാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത്. പാരാമെഡിക്കൽ കോഴ്സ്, മറ്റ് പാരാമെഡിക്കൽ കോഴ്സുകളെ കുറിച്ചുള്ളത് ഞാൻ അടുത്തൊരു സെപ്പറേറ്റ് വീഡിയോ ആയിട്ട് ചെയ്യാം. ഇന്ന് നഴ്സിംഗിനെ കുറിച്ചാണ് പറയുന്നത്. നഴ്സിംഗിന്റെ ലാസ്റ്റ് ഇയർ അഡ്മിഷനെ കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് തീർച്ചയായും സ്കിപ്പ് ചെയ്യാതെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങളുടെ ഇപ്പോഴുള്ള ഇൻഡെക്സ് മാർക്കും കാറ്റഗറി അനുസരിച്ച് നിങ്ങൾക്ക് ഏത് നഴ്സിംഗ് കോളേജിൽ അഡ്മിഷൻ എടുക്കാം, ഏതൊക്കെ കോളേജിൽ നിങ്ങൾ പ്രയോറിറ്റൈസ് ചെയ്യണം എന്ന് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ചെക്ക് ചെയ്യാം. ഈ വീഡിയോയുടെ ലാസ്റ്റ് നിങ്ങൾ കോളേജ് സെലക്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് ടിപ്സും ഞാൻ പറയുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും വീഡിയോ കാണുക. അപ്പോൾ ഫസ്റ്റ് തന്നെ ഇതിൽ കാറ്റഗറീസ് എങ്ങനെയാണ് വരിക എന്ന് നോക്കാം, അതായത് ഏതൊക്കെ കോട്ടയാണെന്ന്. ഫസ്റ്റ് SM എന്ന് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, അത് സ്റ്റേറ്റ് മെറിറ്റ്. അതിൽ ജനറൽ കാറ്റഗറിയിലുള്ള കുട്ടികളാണ് വരുന്നത്, അതായത് വേറൊരു റിസർവേഷനും കിട്ടാതെ ജനറൽ ആയിട്ടുള്ള കുട്ടികൾ. EW എന്ന് പറഞ്ഞാൽ എക്കണോമിക്കലി വീക്കർ സെക്ഷൻ. പിന്നെ EZ ഈഴവ, MU മുസ്ലിം, BH ബാക്ക്വേർഡ് ഹിന്ദു, LC ലാറ്റിൻ കാത്തലിക്, BX ബാക്ക്വേർഡ് ക്രിസ്ത്യൻ, KU കുടുംബി, DV ധീവര, VK വിശ്വകർമ്മ, KN കുശവൻ, SC ഷെഡ്യൂൾഡ് കാസ്റ്റ്, ST ഷെഡ്യൂൾഡ് ട്രൈബ്. മാനേജ്മെൻറ്റ് കോട്ട MG ആണ് മാനേജ്മെൻറ്റ് കോട്ട, MQ മൈനോറിറ്റി കോട്ട, NRI കോട്ടയാണ് NR എന്ന് വരുന്നത്. ഓക്കെ, ഫസ്റ്റ് നമുക്ക് ഗവൺമെൻറ് നഴ്സിംഗ് കോളേജസ് നോക്കാം. അപ്പോൾ 12 ഗവൺമെൻറ് നഴ്സിംഗ് കോളേജസ് ആണ് ടോട്ടൽ ഉള്ളത്. അതിൽ 12 നഴ്സിംഗ് കോളേജസിലും ഒരുവിധം നല്ല മാർക്കുള്ള കുട്ടികൾക്ക് മാത്രമാണ് അഡ്മിഷൻ കിട്ടുന്നത്. അതായത് സ്റ്റേറ്റ് മെറിറ്റ് ആദ്യം പറയാം, 297+ ഉള്ള കുട്ടികൾക്കൊക്കെയാണ് അഡ്മിഷൻ കിട്ടിയത്. ചില കോളേജിൽ 300 മാർക്കുള്ള കുട്ടികൾക്കാണ് ലാസ്റ്റ് അഡ്മിഷൻ നടന്നത്. ഓക്കെ, അപ്പം ഗവൺമെൻറ് നഴ്സിംഗ് കോളേജിൽ പിന്നെ ഒരു ഇടുക്കിയിലും പിന്നെ പത്തനംതിട്ടയും കാസർഗോഡുമാണ് കുറച്ച് മാർക്ക് കുറവുള്ള കുട്ടിക്ക് അഡ്മിഷൻ നടന്നത്. SM കാറ്റഗറിയിലുള്ള കുട്ടികളുടെ കാര്യമാണ് പറയുന്നത്. ഓക്കെ, കാസർഗോഡ് ഗവൺമെൻറ് നഴ്സിംഗ് കോളേജിൽ ഒരു 252.5 മാർക്കുള്ള കുട്ടിക്ക് ലാസ്റ്റ് അഡ്മിഷൻ നടന്നതായിട്ട് കാണുന്നുണ്ട്. അത് ഏത് ബേസിലാണ് അങ്ങനെ അഡ്മിഷൻ നടന്നതെന്ന് എനിക്ക് അറിയുന്നില്ല. പിന്നെ അത് സ്പോട്ട് അഡ്മിഷൻ ആയിരിക്കും മിക്കവാറും. പിന്നെ പത്തനംതിട്ട ഗവൺമെൻറ് നഴ്സിംഗ് കോളേജിൽ 286 മാർക്കുള്ള കുട്ടികൾക്ക് അഡ്മിഷൻ കിട്ടിയിട്ടുണ്ട്, 286.7 മാർക്ക്. ബാക്കി എല്ലാ ഡിസ്ട്രിക്റ്റിലെയും ഗവൺമെൻറ് നഴ്സിംഗ് കോളേജിൽ SM കാറ്റഗറിക്ക് 297+ അല്ലെങ്കിൽ 296+ മാർക്കുള്ള കുട്ടികൾക്ക് മാത്രമേ അഡ്മിഷൻ കിട്ടിയിട്ടുള്ളൂ. ഇത് ലാസ്റ്റ് അഡ്മിഷൻ്റെ കാര്യമാണ് പറയുന്നത്. അപ്പോൾ ഫസ്റ്റൊക്കെ 300 മാർക്സ് ഉള്ള കുട്ടികൾക്ക് മാത്രമേ കിട്ടുള്ളൂ. പിന്നെ EW OBC നോക്കിയാൽ അറിയാം, ഏകദേശം സെയിം മാർക്കുള്ള കുട്ടികൾക്ക് മാത്രമേ ഇവിടെയൊക്കെ അഡ്മിഷൻ കിട്ടിയിട്ടുള്ളൂ. പിന്നെ വിശ്വകർമ്മ, ധീവര, KN KU ഈ കാറ്റഗറിയിലുള്ള കുട്ടികൾക്കൊക്കെ മോസ്റ്റ്ലി 290+ മാർക്കുള്ള കുട്ടികൾക്കാണ് ഗവൺമെൻറ് നഴ്സിംഗ് കോളേജിൽ ആദ്യം അഡ്മിഷൻ കൊടുക്കുന്നത്. പിന്നെ SC ST കാറ്റഗറിയിലുള്ള കുട്ടികൾക്കൊക്കെ 290, 241, 261, 268, 210 മാർക്കുള്ള കുട്ടിക്ക് കോട്ടയം ഗവൺമെൻറ് നഴ്സിംഗ് കോളേജിൽ അഡ്മിഷൻ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് വേറൊരു കുട്ടികളും, അതായത് കമ്മ്യൂണിറ്റി റാങ്കും കൂടെ കൺസിഡർ ചെയ്തിട്ടാണ് അങ്ങനെ കിട്ടുന്നത്. അതായത് എല്ലാ കോളേജിലും കൊടുത്തിട്ട കുട്ടികൾക്ക് ചിലപ്പോൾ ഏതെങ്കിലും ഒരു നഴ്സിംഗ് കോളേജിലൊക്കെ ഗവൺമെൻറ്റിൽ അവരുടെ റിസർവേഷൻ കാറ്റഗറി അനുസരിച്ച് കിട്ടാൻ ചാൻസ് ഉണ്ട്, പ്രയോറിറ്റി അനുസരിച്ച്. അപ്പം എല്ലാ കുട്ടികളും തന്നെ എല്ലാ കോളേജിലും കൊടുത്തിടാൻ ശ്രമിക്കേണ്ട കാര്യം അതാണ്.
നെക്സ്റ്റ് സിമറ്റ് കോളേജസ് ആണ്. സിമറ്റ് കോളേജ് നെയ്യാറ്റിൻകര. അവിടെ NRI കോട്ടയിലുള്ള സീറ്റിൽ 173 മാർക്കുള്ള കുട്ടിക്ക് കിട്ടിയിട്ടുണ്ട്. പിന്നെ സിമറ്റ് കോളേജ് വർക്കല, അതൊക്കെ 279 മാർക്കുള്ള കുട്ടിക്ക് ലാസ്റ്റ് SM അഡ്മിഷൻ കിട്ടിയിട്ടുണ്ട്. സിമറ്റ് കോളേജ് ചവറ കൊല്ലത്ത് 269 മാർക്കുള്ള SM കുട്ടിക്ക് കിട്ടിയിട്ടുണ്ട്. സിമറ്റ് കോളേജ് പള്ളുരുത്തി 286. സിമറ്റ് കോളേജ് പള്ളുരുത്തി NRI കോട്ടയിൽ വേറെ 237 മാർക്കുള്ള കുട്ടിക്ക് കിട്ടിയിട്ടുണ്ട്. നൂറനാട് സിമറ്റ് കോളേജിൽ 278.3. സിമറ്റ് കോളേജ് നഴ്സിംഗ് ധർമ്മടം 275 SM. പിന്നെ സിമറ്റ് കോളേജ് ഓഫ് നഴ്സിംഗ് കോന്നി 279.2 SM. അങ്ങനെയൊക്കെ അഡ്മിഷൻ നടന്നിട്ടുണ്ട്. പിന്നെ സിമറ്റ് കോളേജ് കോന്നിയിൽ NRI കോട്ടയിൽ 179 മാർക്ക് ഉള്ള കുട്ടിക്ക് അഡ്മിഷൻ കിട്ടിയിട്ടുണ്ട്. സിമറ്റ് കോളേജ് നഴ്സിംഗ് മലമ്പുഴ 289 മാർക്കുള്ള കുട്ടിക്ക് അഡ്മിഷൻ കിട്ടിയിട്ടുണ്ട്. ഈഴവ EZ മുസ്ലിം കാറ്റഗറിയിലൊക്കെ 260+ മാർക്കുള്ള കുട്ടികൾക്കൊക്കെ സിമറ്റ് കോളേജിൽ അഡ്മിഷൻ കിട്ടി. EZ കാറ്റഗറിക്ക് റിസർവേഷൻ ഉണ്ടെങ്കിലും എനിക്ക് തോന്നുന്നു അതിൽ കാൻഡിഡേറ്റ്സ് കൂടുതലുള്ളതുകൊണ്ടാണ്, നല്ല കോമ്പറ്റീഷനാണ്. അപ്പോൾ ഈഴവ കാറ്റഗറിയിലുള്ള ഏകദേശം അവർക്ക് SM കാറ്റഗറിയുടെ അത്ര തന്നെ മാർക്ക് ഉണ്ടെങ്കിലേ എല്ലാ കോളേജിലും കിട്ടുന്നുള്ളൂ കേട്ടോ. ചെറിയൊരു വേരിയേഷൻ മാത്രമേ ഉള്ളൂ. പിന്നെ മുസ്ലിം കാറ്റഗറിയും ഓൾമോസ്റ്റ് ഏകദേശം ജനറൽ കാറ്റഗറിയുടെ ആ മാർക്ക് തന്നെ ഉണ്ടെങ്കിലാണ് അധിക കോളേജിൽ അഡ്മിഷൻ കിട്ടുന്നുള്ളൂ. പിന്നെ കൂടുതൽ കൊടുത്തിട്ടാൽ, നിങ്ങൾക്ക് കൂടുതൽ കോളേജസ് ഓപ്ഷനിൽ കൊടുത്തിട്ടാൽ ചിലപ്പോൾ ആരും കൊടുക്കാത്തൊരു കോളേജിൽ നിങ്ങളുടെ മാത്രമേ മുസ്ലിം കാറ്റഗറിയിലോ അല്ലെങ്കിൽ ഈഴവ കാറ്റഗറിയിലോ കൊടുത്തിട്ടുള്ളൂ എങ്കിൽ നിങ്ങൾക്ക് ചാൻസ് കൂടുതലായിരിക്കും. പിന്നെ പ്രധാന ഒരു കാര്യം പറയാനുള്ളത്, EWS കാറ്റഗറിക്ക് ഗവൺമെൻറ്റിൽ മാത്രമേ 10% റിസർവേഷൻ ഉള്ളൂ. ബാക്കി നഴ്സിംഗ് കോളേജിൽ, ഗവൺമെൻറ് കൺട്രോൾഡ് കോളേജസിലും പ്രൈവറ്റ് കോളേജസിലും, അതായത് സെൽഫ് ഫിനാൻസിങ് കോളേജസിലും EWS കാറ്റഗറിക്ക് റിസർവേഷൻ കിട്ടില്ല. അപ്പോൾ EWS കാറ്റഗറിയിലുള്ള കുട്ടികൾ എല്ലാ ഗവൺമെൻറ് കോളേജസും പ്രയോറിറ്റീസിൽ ഉൾപ്പെടുത്താൻ നോക്കുക. അത് കുറച്ചും കൂടെ, അപ്പോൾ ഏതെങ്കിലും ഒരു നിങ്ങളുടെ മാർക്കിന് കിട്ടിയാൽ ഭാഗ്യമായിരിക്കും. അടുത്തത് കേപ്പ് കോളേജസ്. കേപ്പ് കോളേജ് ഓഫ് നഴ്സിംഗ് ആലപ്പുഴ 281 മാർക്കുള്ള കുട്ടിക്ക് ലാസ്റ്റ് SM കിട്ടിയത്. കേപ്പ് കോളേജ് ആലപ്പുഴ NRI കോട്ടയിൽ 240 മാർക്ക്. പിന്നെ കേപ്പ് കോളേജ് പത്തനാപുരം 272 മാർക്കുള്ള SM കാറ്റഗറി. പിന്നെ കേപ്പ് കോളേജ് ഓഫ് നഴ്സിംഗ് ആറന്മുള 262.5 മാർക്ക് SM. അങ്ങനെയാണ് കിട്ടിയിരിക്കുന്നത്. ഈ ആലപ്പുഴയിലൊക്കെ EZ 275, മുസ്ലിം ആലപ്പുഴ കേപ്പ് കോളേജിൽ 262.8, 260 LC, 260 ബാക്ക്വേർഡ് ഹിന്ദു, പിന്നെ LC 276.7, പിന്നെ ബാക്ക്വേർഡ് കാസ്റ്റ് 280, പിന്നെ കുശവ 251.7, KN 224, 250 SC. അങ്ങനെയൊക്കെയാണ് കിട്ടിയേക്കുന്നത്. അവിടെ ഒരൊറ്റ ST കാറ്റഗറിയിലുള്ള കുട്ടി അപ്ലൈ ചെയ്തിട്ടില്ല. അപ്പോൾ എത്ര മാർക്ക് കുറവുള്ള ST കാറ്റഗറി കുട്ടിക്കും ആ കോളേജിൽ കിട്ടാൻ ചാൻസ് ഉണ്ടായിരുന്നു. പക്ഷേ മുസ്ലിം കാറ്റഗറി EZ കാറ്റഗറിയിലുള്ള കുട്ടികൾക്ക് നല്ല കോമ്പറ്റീഷൻ ഉണ്ട്. അവർ ഓൾമോസ്റ്റ് എല്ലാ കോളേജിലും കൊടുത്തിട്ടും അവർക്ക് അതിൽ നല്ല മാർക്കുള്ള കുട്ടികൾക്കാണ് കമ്മ്യൂണിറ്റി റാങ്ക് അനുസരിച്ച് കിട്ടാൻ ചാൻസ് ഉള്ളത്. പക്ഷേ 260+, 258+ ഒക്കെ മാർക്കുള്ള കുട്ടികൾക്ക്, 255+ മാർക്കുള്ള കുട്ടികൾക്ക് വരെ കേപ്പ് കോളേജസിലൊക്കെ അഡ്മിഷൻ കിട്ടിയിട്ടുണ്ട്. അതുപോലെ സിമറ്റ് കോളേജസിലും അഡ്മിഷൻ കിട്ടിയിട്ടുണ്ട്. ജനറലിൽ തന്നെ 262+ മാർക്കുള്ള കുട്ടികൾക്ക് വരെ കേപ്പ് കോളേജസിൽ, പല ആയിട്ടാണ് പറയുന്നത്, അഡ്മിഷൻ കിട്ടാൻ ചാൻസ് ഉണ്ട്. അതിന് ഉദാഹരണമാണ് കേപ്പ് കോളേജ് ആറന്മുളയിൽ കണ്ടില്ലേ, 262.5 മാർക്കുള്ള SM കാറ്റഗറിയുള്ള കുട്ടിക്ക് കിട്ടിയിട്ടുണ്ട്. അതിൽ തന്നെ വിശ്വകർമ്മ 260 കിട്ടിയിട്ടുണ്ട്. പിന്നെ ബാക്ക്വേർഡ് ഹിന്ദുക്ക് 250+, കുശവ 230 മാർക്കുള്ള കുട്ടികൾക്ക് കിട്ടിയിട്ടുണ്ട്. കേപ്പ് കോളേജിലും സിമറ്റ് കോളേജിലും നല്ല മാർക്ക് കുറവാണെങ്കിൽ നിങ്ങൾക്ക് കിട്ടാൻ ചാൻസ് ഉണ്ട്. കേപ്പ്, സിമറ്റ്, CPAS ഒക്കെ ഗവൺമെൻറ് അണ്ടറിൽ വരുന്ന കോളേജസ് ആണ് കേട്ടോ. ഗവൺമെൻറ് കൺട്രോൾഡ് ആയിട്ടുള്ള കോളേജസ് ആണ്. അതുകൊണ്ട് അവിടെ ഫീസിന് കുറച്ച് കുറവുണ്ടാവും. അടുത്തത് നമുക്ക് ജസ്റ്റ് സെൽഫ് ഫിനാൻസിങ് കോളേജസ് ഒന്ന് നോക്കാം. അൽഫോൺസ കോളേജ് ഇടുക്കി, അവിടെ 258 പോയിൻ്റ് ഒന്നും ഞാൻ പറയുന്നില്ല കേട്ടോ, പോയിൻ്റുള്ള മാർക്കാണ് കുട്ടിക്കാണ് കിട്ടിയത്, SM കാറ്റഗറി. അപ്പം SM കാറ്റഗറിയിലുള്ള കുട്ടിക്ക് ഇടുക്കിയിൽ നല്ല മാർക്ക് കുറവിനും കിട്ടുന്നുണ്ട് എന്നുള്ളതാണ്.
പിന്നെ അനന്തപുരി കോളേജ് ഓഫ് നഴ്സിംഗ് ട്രിവാൻഡ്രത്തുള്ളത് 290 മാർക്ക്, അവിടെ നല്ല മാർക്ക് വേണം. അഹല്യ കോളേജിൽ 285 SM. പിന്നെ അൽഷിഫ കോളേജ് ഓഫ് നഴ്സിംഗ് മലപ്പുറത്ത് 293.3. പിന്നെ അടുത്തത് അസിസി കോളേജിൽ 276 മാർക്കുള്ള കുട്ടി, അസിസി കോളേജ് കോട്ടയം. പിന്നെ മലബാർ മെഡിക്കൽ കോളേജ് ഉള്ളിയേരി കോഴിക്കോടുള്ളത് 255 മാർക്കുള്ള SM കാറ്റഗറിയിലുള്ള കുട്ടികൾക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ കോഴിക്കോട് ഈ കോളേജിൻ്റെ അടുത്തൊക്കെയുള്ള കുട്ടികളാണെങ്കിൽ എത്ര മാർക്ക് കുറവാണെങ്കിലും നിങ്ങൾ അപ്ലൈ ചെയ്യാം. ലാസ്റ്റ് ചിലപ്പോൾ സ്പോട്ട് അഡ്മിഷൻ ആയിരിക്കും നിങ്ങൾക്ക് ലക്കാവുന്നത്. അപ്പം നിങ്ങൾക്ക് ഹോസ്റ്റലും മെസ് ഫീയും കുറഞ്ഞു കിട്ടും. പക്ഷേ ഈ കോളേജസിലൊക്കെ മോസ്റ്റ്ലി നല്ല മാർക്കുള്ള കുട്ടികൾക്കാണ് ഫസ്റ്റ് അലോട്ട്മെൻറ്റ്, സെക്കൻഡ് അലോട്ട്മെൻറ്റ്, തേർഡ് അലോട്ട്മെൻ്റ് ഒക്കെ കിട്ടിയിരിക്കുന്നത്. ഇതിൽ മിക്കവാറും സ്പോട്ട് അലോട്ട്മെൻറ്റ് കിട്ടിയിരിക്കുന്ന ചാൻസ് ആയിരിക്കും ഈ ലാസ്റ്റ് SM-ന്. അപ്പോൾ കുറച്ചും കൂടെ നിങ്ങൾ വെയിറ്റ് ചെയ്യേണ്ടി വരും. പിന്നെ ഈ കോളേജിൽ ഒക്കെ തന്നെ EZ കാറ്റഗറി, അതിൽ അൽഫോൺസ കോളേജ് ഇടുക്കിയിൽ 250 മാർക്കിന് കിട്ടിയിട്ടുണ്ട്, 250. ബാക്കിയൊക്കെ 271 പ്ലസ്, 281 പ്ലസ്, 284, 280, 270 ആ ഒരു റേഞ്ചിലാണ് കുട്ടികൾക്ക് അഡ്മിഷൻ കിട്ടിയിരിക്കുന്നത്. EZ, MU, ബാക്ക്വേർഡ് ഹിന്ദു, LC കാറ്റഗറിയിലൊക്കെ 265 പ്ലസ്, 262 പ്ലസിനൊക്കെയാണ് അധികം ഈ കോളേജസിലൊക്കെ അഡ്മിഷൻ കിട്ടിയിരിക്കുന്നത്. പിന്നെ ധീവര കാറ്റഗറിയിൽ 139 മാർക്കുള്ള കുട്ടിക്ക് MMC മലബാർ മെഡിക്കൽ കോളേജ് കോഴിക്കോട് അഡ്മിഷൻ കിട്ടിയിട്ടുണ്ട്. പിന്നെ അല്ലാതെ 270 ധീവര, 255 ധീവര, 230, 271 ധീവര അങ്ങനെ കിട്ടിയിട്ടുണ്ട്. സെൽഫ് ഫിനാൻസിങ് കോളേജിൽ മോസ്റ്റ്ലി SC കാറ്റഗറിയിൽ 263 എബവ്, 261 എബവ് ഉള്ള കുട്ടികൾക്ക് അഡ്മിഷൻ കിട്ടിയിട്ടുണ്ട്. ST കാറ്റഗറി ആകുമ്പം കുറച്ചും കൂടെ മാർക്ക് കുറവുള്ള കുട്ടികൾക്ക് വരെ എല്ലാ കോളേജിലും അഡ്മിഷൻ കിട്ടുന്നുണ്ട്. AKG മെമ്മോറിയൽ കോപ്പറേറ്റീവ് കോളേജ് കണ്ണൂർ 288 മാർക്കുള്ള SM ആണ് ലാസ്റ്റ് കിട്ടിയത്. EZ 284, 270 മാർക്കുള്ള MU, പിന്നെ BH 279, 200. അവിടെ SC കാറ്റഗറിയിൽ 257 മാർക്കുള്ള കുട്ടിക്കും ST 243 മാർക്കുള്ള കുട്ടിക്കാണ് ലാസ്റ്റ് അഡ്മിഷൻ. ബാക്കി എല്ലാ കാറ്റഗറീസും 268 പ്ലസ് അല്ലെങ്കിൽ 270 പ്ലസ് മാർക്കുള്ള കുട്ടികൾക്കാണ് അഡ്മിഷൻ കിട്ടിയിരിക്കുന്നത്. സെയിം തന്നെയാണ് അസംഷൻസ് കോളേജ് വയനാട്, അസംഷൻ കോളേജ് വയനാട്, അവിടെ 280 മാർക്കുള്ള കുട്ടിക്കാണ് ലാസ്റ്റ് SM. പിന്നെ ബാക്കിയെല്ലാം ഈഴവ, മുസ്ലിം, ബാക്ക്വേർഡ് ഹിന്ദു ഒക്കെ ഓൾമോസ്റ്റ് അതിനടുത്ത് 272 മാർക്കൊക്കെയാണ് ഓൾമോസ്റ്റ് ഉള്ള കുട്ടികൾക്ക് കിട്ടിയിരിക്കുന്നത്. പിന്നെ അർച്ചന കോളേജ് ഓഫ് നഴ്സിംഗ് പത്തനംതിട്ട 250 മാർക്കുള്ള SM കാറ്റഗറി കുട്ടിക്ക് കിട്ടിയിട്ടുണ്ട്. EZ 266, 266 മുസ്ലിം, 267 BH, അതായത് SC ST കാറ്റഗറി ഒഴികെ ബാക്കി എല്ലാ കാറ്റഗറിക്കും 265 പ്ലസ് ഉള്ള കുട്ടികൾക്ക് കിട്ടി. പിന്നെ SC കാറ്റഗറിക്ക് 260 തന്നെയാണ്. KN 256.7 ഉള്ള കിട്ടിയിട്ടുണ്ട്. ST കാറ്റഗറിയിലുള്ള ആരും അവിടെ അപ്ലൈ ചെയ്തിട്ടില്ല. അടുത്തത് അൽമാസ് കോളേജ് മലപ്പുറത്തും ഓൾമോസ്റ്റ് സെയിം തന്നെയാണ്. 285 ആണ് SM ലാസ്റ്റ് കിട്ടിയത്. ബാക്കിയൊക്കെ 285, ഈഴവയും മുസ്ലിമും 280 പ്ലസ് ഉള്ള മാർക്ക്. ഈ സെൽഫ് ഫിനാൻസിങ് കോളേജിലൊക്കെ 250 പ്ലസ് ആണ് SC കാറ്റഗറിക്ക് അധികം കിട്ടിയിരിക്കുന്നത് കേട്ടോ. ഇപ്പോൾ 240 ഉള്ളത് അൽ അസർ കോളേജ് തൊടുപുഴ കിട്ടിയിട്ടുണ്ട്. ബാക്കിയെല്ലാം 250 പ്ലസ് ഉള്ള കുട്ടികൾക്കാണ് കിട്ടിയത്. അശ്വിനി കോളേജിൽ തൃശ്ശൂരുള്ള 268 മാർക്കുള്ള കിട്ടിയിട്ടുണ്ട് കേട്ടോ SM. ശ്രീ അയ്യപ്പ കോളേജിൽ 259 അത്രയും മാർക്കുള്ള കുട്ടിക്ക് ശ്രീ അയ്യപ്പ കോളേജ് പത്തനംതിട്ട കിട്ടിയിട്ടുണ്ട്. ബേബി മെമ്മോറിയൽ കോളേജ് കോഴിക്കോട് കണ്ടോ, 296 മാർക്കുള്ള കുട്ടിക്കാണ് ലാസ്റ്റ് SM. ഈഴവ, മുസ്ലിം ഒക്കെ 294 പ്ലസ് ഉള്ള കുട്ടികൾക്ക് മാത്രമേ കിട്ടിയിട്ടുള്ളൂ. അപ്പോൾ അവിടെയൊക്കെ നല്ല കോമ്പറ്റീഷൻ നടക്കുന്ന കാര്യമാണ്, കോളേജസാണ്. പിന്നെ അപ്പം നല്ല പ്രൈവറ്റ് കോളേജസ് കിട്ടാൻ നല്ല മാർക്ക് വേണം. അല്ലാതെ നിങ്ങൾക്ക് മാർക്ക് കുറവുള്ള കുട്ടികളാണെങ്കിൽ, നഴ്സിംഗ് തന്നെ പഠിക്കണം നിർബന്ധമാണെങ്കിൽ സെൽഫ് ഫിനാൻസിങ് കോളേജ്, വലിയ ഫേമസ് അല്ലാത്ത കോളേജസ് നോക്കി നിങ്ങൾക്ക് സെലക്ട് ചെയ്യാൻ പറ്റും. അപ്പം ഒരു 270 പ്ലസ് മാർക്കുള്ള കുട്ടികൾക്ക് എല്ലാ കോളേജസും പ്രയോറിറ്റീസിൽ ഇൻക്ലൂഡ് ചെയ്താൽ ഉറപ്പായിട്ടും അഡ്മിഷൻ കിട്ടും. SM ജനറൽ കാറ്റഗറിയിലുള്ള കുട്ടികളുടെ കാര്യമാണ്. നിങ്ങൾക്ക് 270 പ്ലസ് മാർക്കുള്ള കുട്ടികളാണെങ്കിൽ 265 പ്ലസ് ആണെങ്കിലും കിട്ടാൻ ചാൻസ് ഉണ്ട്. 265 പ്ലസ് കൂടുതൽ ചാൻസ് ഉണ്ട് എന്നാണ് പറഞ്ഞത്. പക്ഷേ 255 പ്ലസ് ഉള്ള കുട്ടികൾക്ക്
ചെറിയ രീതിയിലുള്ള ചാൻസ് ഉണ്ട്. അത് നിങ്ങൾ പ്രയോറിറ്റൈസ് ചെയ്യുന്നതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. SM കാറ്റഗറിയുടെ കാര്യം 270+ ആണെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും എല്ലാ കോളേജസും പ്രയോറിറ്റൈസ് ചെയ്താൽ നിങ്ങൾക്ക് കിട്ടാൻ ചാൻസ് വളരെ കൂടുതലാണ്. EZ മുസ്ലിം കാറ്റഗറിയിലുള്ള കുട്ടികൾക്കാണെങ്കിലും പിന്നെ 265+ മാർക്കുള്ള കുട്ടികളാണ് നിങ്ങളെങ്കിൽ നിങ്ങൾ എല്ലാ കോളേജസും തന്നെ അപ്ലൈ ചെയ്യുമ്പോൾ പ്രയോറിറ്റൈസ് ചെയ്യുമ്പം വെച്ചാൽ നിങ്ങൾക്ക് ഏതെങ്കിലും കോളേജസ് കിട്ടാൻ ചാൻസ് ഉണ്ട്. പിന്നെ ഈ ഒരു EZ കാറ്റഗറി മുസ്ലിം കാറ്റഗറി ഒക്കെ 255 മാർക്കിനൊക്കെ അഡ്മിഷൻ കിട്ടി കാണുന്നുണ്ട് കേട്ടോ. പക്ഷേ കൂടുതൽ ചാൻസ് ഉള്ളത് 265+, 260+ ഉള്ളവർക്കാണ്. അല്ലാത്തവർക്ക് പ്രയോറിറ്റൈസ് ചെയ്യുന്നതിനനുസരിച്ച് കിട്ടാൻ ചാൻസ് ഉണ്ട്. പിന്നെ SC കാറ്റഗറിയിലുള്ള കുട്ടികളാണെങ്കിൽ 250+ മാർക്കുള്ള കുട്ടികൾക്ക് എല്ലാ കോളേജസിലും കൊടുത്താൽ ചാൻസ് ഉണ്ട്. ST കാറ്റഗറിയിലുള്ള കുട്ടികൾക്കാണെങ്കിൽ ST കാറ്റഗറിയിലുള്ള കുട്ടികൾക്ക് പൊതുവേ അവർക്ക് എത്ര മാർക്ക് കുറവാണെങ്കിലും കോളേജ് മാക്സിമം ഇത് കണ്ടോ, ഇവിടെ ഒരു കോളേജിൽ 194 മാർക്കുള്ള കുട്ടിക്ക് കിട്ടിയിട്ടുണ്ട്. ചില കോളേജസിലൊക്കെ എല്ലാ കോളേജസിലും ഒരു വേക്കൻസി എങ്കിലും ST കാറ്റഗറിക്കുള്ളത് ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ ഏതെങ്കിലുമൊക്കെ കോളേജ് കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും കിട്ടാൻ ചാൻസ് ഉണ്ട്. ധീവര, വിശ്വകർമ്മ, KN, KU എന്നുള്ള കാറ്റഗറി അവരുടെ കമ്മ്യൂണിറ്റിയിലുള്ള കുട്ടികൾ കുറവാണെങ്കിൽ അവർക്ക് അതിനനുസരിച്ചാണ് നമുക്ക് ഏത് റിസർവേഷൻ ആണെങ്കിലും അവരുടെ സെയിം കമ്മ്യൂണിറ്റിയിലുള്ള കുട്ടികൾ കുറവാണെങ്കിൽ അവർക്ക് കമ്മ്യൂണിറ്റി റാങ്ക് കൂടും. അപ്പോൾ നോർമലി ഉള്ള റാങ്ക് ജനറലായിട്ടുള്ള റാങ്ക് കുറവാണെങ്കിലും ഈ കമ്മ്യൂണിറ്റി റാങ്ക് അവർക്ക് കൂടുതൽ കിട്ടുന്നതിനനുസരിച്ച് അവർക്ക് ചാൻസ് കൂടുതലായിരിക്കും. അപ്പം എത്ര മാർക്ക് കുറവുള്ള കുട്ടികളാണെങ്കിലും എല്ലാ കോളേജും ഓപ്ഷൻ വെക്കാൻ ശ്രമിക്കുക. അപ്പോൾ ഞാനിവിടെ എല്ലാ കോളേജസിൻ്റെയും ജസ്റ്റ് ലിസ്റ്റ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ തന്നെ നോക്കിയിട്ട് മനസ്സിലാക്കാൻ പറ്റും. പിന്നെ നിങ്ങൾ കോളേജസ് കൊടുക്കുമ്പം ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു, മെയിൻ റാങ്ക് ലിസ്റ്റ് വന്നതിന് ശേഷമാണ് നമ്മൾ കോളേജ് പ്രയോറിറ്റൈസ് ചെയ്യുന്നത്. ആ സമയത്ത് നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഫസ്റ്റ് എത്ര മാർക്ക് കുറവുള്ളവരാണെങ്കിലും എല്ലാ ഗവൺമെൻറ് നഴ്സിംഗ് കോളേജസും നിങ്ങൾ വെക്കുക. അതിനുശേഷം നിങ്ങൾക്ക് കേപ്പും സിമറ്റും കോളേജസാണ് ആഗ്രഹമെങ്കിൽ, അതായത് ഫീസ് കുറവാണ് ആഗ്രഹമെങ്കിൽ അങ്ങനെ വെക്കുക. അല്ലെങ്കിൽ നിങ്ങളുടെ നാട്ടിലുള്ള പ്രൈവറ്റ് നഴ്സിംഗ് കോളേജ്, അതായത് സെൽഫ് ഫിനാൻസിങ് കോളേജസൊക്കെ നിങ്ങൾക്ക് വെക്കാൻ പറ്റും. ഇപ്പം നിങ്ങളുടെ വീടിനടുത്തുള്ള കോളേജസൊക്കെ ആണെങ്കിൽ വലിയ ഫേമസ് ഒന്നും അല്ലാത്ത കോളേജ് ആണെങ്കിലും നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടുകയും ചെയ്യും. നിങ്ങളുടെ ഹോസ്റ്റൽ ഫീസും മെസ് ഫീസ് ആ 2 കാര്യങ്ങളും നിങ്ങൾക്ക് റിഡക്ഷൻ കിട്ടും. പിന്നെ അല്ലാത്ത കുട്ടികൾക്ക് എല്ലാ കോളേജസിലും ഇപ്പം എവിടെയും കിട്ടാൻ ചാൻസ് ഇല്ലാത്ത, അതായത് ഇപ്പോൾ ഒരു 255+ ഒക്കെ മാർക്കുള്ള കുട്ടിയാണെങ്കിൽ മാക്സിമം കോളേജ് പ്രയോറിറ്റൈസ് ചെയ്യുക. എവിടെയെങ്കിലും നിങ്ങളുടെ ലക്ക് അനുസരിച്ച് ലാസ്റ്റ് സ്പോട്ട് അഡ്മിഷൻ്റെ ഒക്കെ നോട്ടിഫിക്കേഷൻ വരുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കുക. എന്നിട്ട് സ്പോട്ട് അഡ്മിഷൻ്റെ നോട്ടിഫിക്കേഷൻ വരുമ്പം ഡയറക്റ്റ് ആരാണോ അവിടെ ഡയറക്റ്റ് എത്തുന്നത് സർട്ടിഫിക്കറ്റും കൊണ്ട് അവർക്ക് ചാൻസ് ഉണ്ട്. ഈ 255 ഒക്കെ ചില കോളേജസിൽ കിട്ടി എന്നെല്ലാം പറഞ്ഞല്ലോ. അപ്പോൾ അതൊക്കെ മിക്കവാറും SM കാറ്റഗറിയിലുള്ള കുട്ടിക്ക് അങ്ങനെ കിട്ടിയിട്ടുണ്ട് എന്ന് പറഞ്ഞല്ലോ. അതൊക്കെ മിക്കവാറും സ്പോട്ട് അഡ്മിഷൻ അന്ന് എത്തിപ്പെടാൻ കിട്ടിയ കുട്ടികൾക്കായിരിക്കും. അത് ലാസ്റ്റ് ഇയർ നവംബറിലൊക്കെയാണ് അഡ്മിഷൻ കിട്ടിയത്. അതായത് ക്ലാസ്സൊക്കെ സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം നവംബറിൽ സ്പോട്ട് അഡ്മിഷൻ നടന്നിട്ട് അങ്ങനെ കിട്ടിയ കുട്ടികളാണ്. അപ്പം നിങ്ങൾക്ക് മാർക്ക് കുറവാണെങ്കിലും മാക്സിമം കോളേജസ് പ്രയോറിറ്റൈസ് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ ഏതെങ്കിലുമൊക്കെ കോളേജിൽ കിട്ടാൻ ചാൻസ് ഉണ്ട്. ഇപ്പം ഒരു 270+ മാർക്കുള്ള കുട്ടികളാണെങ്കിൽ ഇന്നൊരു കോളേജ് മാത്രം എന്ന് വെക്കാതെ ഒരു 10 കോളേജ് മാത്രമേ കൊടുക്കുന്നുള്ളൂ. ഈ കോളേജിൽ ലാസ്റ്റ് ഇയർ അഡ്മിഷൻ നടന്നിട്ടുണ്ടായിരുന്നു 270ക്ക്, അപ്പോൾ അതുകൊണ്ട് എനിക്ക് അവിടെ കിട്ടും എന്നുള്ള വിചാരിക്കാതെ മാക്സിമം കോളേജസ് കൊടുക്കാൻ ശ്രമിക്കുക. 270ക്ക് SM കാറ്റഗറിയിലുള്ള 270, EZ കാറ്റഗറിയിലുള്ള 270, പിന്നെ മുസ്ലിം കാറ്റഗറിയിലുള്ള 270ക്കൊക്കെ, പിന്നെ വിശ്വകർമ്മ, ധീവര, KN, SC 250+ന് ചാൻസ് ഉണ്ട്. ബാക്കി ഇതൊക്കെ 265+, അതായത് 260+ വരെയുള്ള കുട്ടികൾക്ക് തന്നെ ചാൻസ് ഉണ്ട്. പിന്നെ കേപ്പ് കോളേജസിലും സിമറ്റ് കോളേജസിലൊക്കെ ഗവൺമെൻറ് കോളേജിൽ കൊണ്ടുപോയിട്ടായിരിക്കും, അവിടെ നിന്നായിരിക്കും അവർക്ക് പ്രാക്ടിക്കൽ നോളജ് കിട്ടുക. അതായത് ക്ലിനിക്കൽ പോസ്റ്റിംഗ് അവരേതെങ്കിലും ഗവൺമെൻറ് കോളേജസിലായിരിക്കും കൊണ്ടുപോവുക. പിന്നെ വലിയ പ്രൈവറ്റ് ഹോസ്പിറ്റൽസ്
പോപ്പുലർ ആയിട്ടുള്ള പ്രൈവറ്റ് ഹോസ്പിറ്റൽസിനൊക്കെ അവരുടെ തന്നെ ഹോസ്പിറ്റൽ ഉണ്ടാവും. പിന്നെ ബാക്കി അല്ലാത്ത നഴ്സിംഗ് കോളേജസൊക്കെ അവർക്ക് പോസ്റ്റിങ്ങിന് കൊണ്ടുപോകും, അവരുടേതായ ഹോസ്പിറ്റലൊന്നും ഉണ്ടാവില്ല. അപ്പോൾ വേറെ ഹോസ്പിറ്റലായിരിക്കും അവർ പോസ്റ്റിങ്ങിന് വേണ്ടി കൊണ്ടുപോകുന്നത്. 1, 2, 3 ഹോസ്പിറ്റലൊക്കെ കൊണ്ടുപോകും. അങ്ങനെയായിരിക്കും കൊണ്ടുപോവുക. എൻ്റെ അഭിപ്രായത്തിൽ നമ്മൾ പഠിക്കുന്ന സമയത്ത് തിയറിയാണ് മാക്സിമം കോൺസെൻട്രേറ്റ് ചെയ്ത് ചെയ്യുന്നത്. പ്രാക്ടിക്കൽ നോളജ് അത്ര നമ്മളിപ്പോൾ ഫേമസ് ആയിട്ടുള്ളത് അതല്ലെങ്കിൽ ആ ഹോസ്പിറ്റലുള്ള കോളേജിൽ തന്നെ പോകണമെന്നൊന്നും എൻ്റെ അഭിപ്രായത്തിലില്ല. പോപ്പുലർ അല്ലാത്ത കോളേജിൽ പഠിച്ചാലും പോപ്പുലറായ കോളേജിൽ പഠിച്ചാലും ഒക്കെ നമുക്ക് ഇത് വൺസ് നമ്മൾ കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എല്ലായിടത്തും ചാൻസ് ഒരുപോലെയാണ്. അതായത് നമ്മൾ പിന്നെ വർക്ക് ചെയ്യുന്നത്, അത് കഴിഞ്ഞ് ഞാനിപ്പോൾ പഠിച്ചിറങ്ങിയതിന് ശേഷം വർക്ക് ചെയ്യുന്ന എൻ്റെ എക്സ്പീരിയൻസ് അനുസരിച്ചിരിക്കും അടുത്ത് എനിക്ക് പുറത്തേക്കൊക്കെ കിട്ടുമ്പോൾ എങ്ങനെയാണ് കിട്ടുക എന്നുള്ളത്. അപ്പം വൺസ് നിങ്ങളൊരു കോളേജിൽ അത് പോപ്പുലർ ആവണം എന്നില്ല, എല്ലാവരുടെയും അഭിപ്രായം സെയിം ആയിരിക്കില്ല. എൻ്റെ ഒരു അഭിപ്രായത്തിൽ പോപ്പുലറായ കോളേജിൽ നിന്ന് തന്നെ അഡ്മിഷൻ എടുക്കണമെന്നില്ല. INC അക്രഡിറ്റേഷനുള്ള നല്ലൊരു കോളേജിൽ പഠിക്കുക. അതായത് നിങ്ങൾക്ക് നിങ്ങളെ പറ്റിക്കപ്പെടാതിരിക്കാനുള്ള അങ്ങനത്തെ ഒരു മാക്സിമം നല്ലൊരു അങ്ങനത്തെ ഒരു കോളേജിൽ പഠിക്കുക. പഠിച്ചിറങ്ങിയതിന് ശേഷം നിങ്ങൾ നല്ലൊരു ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുക, 2 ഇയർ എക്സ്പീരിയൻസ് ആക്കുക. അപ്പോഴേക്കും നിങ്ങൾക്ക് എങ്ങനെയാണ് പുറത്തേക്ക് പോകാനുള്ള ഇഷ്ടം, അല്ലെങ്കിൽ പഠിച്ചിറങ്ങുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഗവൺമെൻറ് ജോലി ആഗ്രഹമുള്ള കുട്ടികളാണെങ്കിൽ പഠിച്ചിറങ്ങി അപ്പം തന്നെ രജിസ്ട്രേഷൻ ചെയ്ത് നിങ്ങൾക്ക് PSC എക്സാംസൊക്കെ എഴുതി നോക്കാം. അല്ലെങ്കിൽ RRB റെയിൽവേയുടെ എക്സാം കുറേ ചാൻസസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ചെയ്ത് നോക്കാം. അല്ലാതെ ഈ പഠിക്കുന്ന കോളേജ് അനുസരിച്ചാണ് നിങ്ങളുടെ ഫ്യൂച്ചർ എന്ന് ഒരിക്കലും വിചാരിക്കേണ്ട. മാർക്ക് കൂടുതലുള്ള കുട്ടികൾക്ക് അവർക്ക് പോപ്പുലർ ആയിട്ടുള്ള കോളേജിൽ തന്നെ അഡ്മിഷൻ എടുക്കാം, അതായിരിക്കും നല്ലത്. അല്ലാത്ത കുട്ടികളോടാണ് പറയുന്നത്, അല്ലാത്ത കുട്ടികൾ നിങ്ങൾ എവിടെയെങ്കിലും അഡ്മിഷൻ എടുക്കാൻ നോക്കുക. അതായത് ഏതെങ്കിലും അക്രഡിറ്റേഷനുള്ള കോളേജ് ആയിരിക്കണം, കോളേജൊക്കെ നല്ലതായിരിക്കണം. അല്ലാതെ ഹോസ്പിറ്റൽ വേണമെന്നൊന്നല്ല ഞാൻ പറയുന്നത്. ഹോസ്പിറ്റൽ ഇല്ലെങ്കിലും നിങ്ങൾ ആ കോളേജിൽ അഡ്മിഷൻ എടുക്കുക. പഠിച്ചു കഴിഞ്ഞിട്ട് നല്ലൊരു ഹോസ്പിറ്റലിൽ എക്സ്പീരിയൻസ് നേടുക. അങ്ങനെ മാത്രം ശ്രമിച്ചാൽ മതി. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. ആവശ്യമുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.